ഇല്ലല്ല ബെൽറ്റ് ഉണ്ടായിരുന്നല്ലോ വീട്ടിലാണെന്ന് തോന്നുന്നല്ലോ. അറിഞ്ഞില്ലേ? തൊയ്മ ബീഫ് സ്റ്റാൾ ഗുണത്തുപുഴ മാർക്കറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയുടെ സ്ലോട്ടർ ഹൗസിൽ നിന്നും എത്തിച്ച് വിൽപ്പന നടത്തുന്നു. ഫോൺ 9207047875. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ രൂക്ഷമായ തെരുവുനായ ശല്യത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിലെ പത്തടി കാഞ്ഞുവയൽ പ്രദേശത്ത് പേപ്പട്ടിയുടെ കടിയേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ സംഭവത്തിൽ പഞ്ചായത്ത് അധികൃതർക്കെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്ത് ആക്രമണകാരികളായ നായകളെ നീക്കം ചെയ്യാനും മറ്റുള്ളവയെ പിടികൂടി വന്ധ്യംകരണം ചെയ്യാനും പേവിഷബാധയ്ക്കെതിരെയുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ ചെയ്യാനുമുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊല്ലത്തു നിന്നും എത്തിയ ഡോഗ് ക്യാച്ചർമാർ വിവിധ ഭാഗങ്ങളിൽ നിന്നും 30-ലധികം തെരുവ് നായകളെ പിടികൂടി പേവിഷബാധയ്ക്കെതിരെയുള്ള ആന്റി റാബിസ് വാക്സിനേഷൻ നൽകി. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ദൗത്യം തുടരുമെന്നും ABC പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആതിര പ്രവീൺ, വൈസ് പ്രസിഡന്റ് PR ബാലചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ ദിവസം ഒരു പേപ്പട്ടി ഇറങ്ങി 6ഓളം ആളുകളെ 13ാം വാർഡായ കാഞ്ഞുവയലിൽ കടിക്കുകയും അതേ തുടർന്ന് നമ്മൾ നടപടികൾ സ്വീകരിച്ച് ഉടനെ തന്നെ അവരെ ആംബുലൻസിലാക്കി കയറ്റി അവരെ ആശുപത്രിയിലെത്തിക്കുകയും ഒരാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവർക്ക് വേണ്ട അടിയന്തര ചികിത്സകളെല്ലാം ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായി നിയമതടസ്സങ്ങൾ കുറെ ഈ പട്ടികളെ കൊല്ലുന്നതായിട്ട് സംബന്ധിച്ച് നിയമതടസ്സങ്ങൾ ഒത്തിരിയുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് കൊല്ലത്തുനിന്ന് ഡോഗ് ക്യാച്ചറിനെ നമ്മൾ വിളിക്കുകയും നമ്മുടെ പഞ്ചായത്തിന്റെ വെറ്റിനറി ഡോക്ടറിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഏതാണ്ട് 20ഓളം തെരുവ് നായികളെ ആന്റി റാബിസിന്റെ വാക്സിനേഷൻ എടുത്ത് അവരെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ഇനി വരും ദിവസങ്ങളിൽ വേറെ വാർഡുകളിലും നമ്മൾ ചെയ്തു വരും. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ ഈ പട്ടിക്ക് എതിരെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ABC പദ്ധതി നമ്മൾ കഴിഞ്ഞ വർഷം 9 ലക്ഷം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിൽ. അത് ഉടൻ തന്നെ നമ്മൾ നടപ്പിലാക്കാൻ, ഈ വർഷം പ്രോജക്റ്റ് നടപ്പിലാക്കാൻ നമ്മൾ പഞ്ചായത്ത് സമിതി ഒന്നടങ്കം തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ തെരുവുനായ ശല്യം വളരെയധികം എല്ലാ വാർഡുകളിലും വളരെയധികം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനിയും വരും ദിവസങ്ങളിൽ വാർഡുകളിലെല്ലാം നമ്മൾ ഈ ഡോഗ് ക്യാച്ചറിനെ വിളിച്ച് അവർക്കെതിരെയുള്ള ആന്റി റാബിസിന്റെ വാക്സിനേഷൻ എടുത്ത് നമ്മുടെ പഞ്ചായത്ത് സുരക്ഷിതമായ രീതിയിൽ തന്നെ പോകണമെന്ന് നല്ല രീതിയിൽ നമ്മൾ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ സമിതി ഇതിനു വേണ്ടി. അതുപോലെ തന്നെ ഈ 6 പേരെ കടിച്ചവർക്ക് നമ്മൾ എല്ലാ വൈദ്യസഹായങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് ഇതിന്റെ പട്ടി കടിച്ചതിന്റെ ധനസഹായങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ തുടരുക തന്നെ ചെയ്യുകയും ചെയ്യും. ഏരൂർ മൃഗാശുപത്രിയുടെ കൂടി സഹകരണത്തോടെയാകും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. നാട്ടുവാർത്ത, ഏരൂർ.